നിങ്ങൾ ഈ ഒരു വർഷം ജെയ്ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യണോ? ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങളെ ഉത്തരം കണ്ടെത്താൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 4 പോയിന്റ്സ് ആക്കി ഇതിനെ തിരിച്ചിട്ടുണ്ട്. നിങ്ങളിത് എൻഡ് ടു എൻഡ് കാണണം. അതോടൊപ്പം നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യുകയും വേണം. ആർ യു റെഡി ഫോർ ദിസ് ജേണി? ഈ ജേണിക്ക് നിങ്ങൾ റെഡി ആണോ? അതെങ്ങനെ നമ്മൾ കണ്ടെത്താം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത്. രണ്ടാമത്തേത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം കിട്ടിയില്ല? ഈ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? 3, നിങ്ങൾ ഇനി വരുത്താൻ സാധ്യതയുള്ള ഈ റിപ്പീറ്റിങ്ങിൽ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തെല്ലാമാണ്? 4, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തെല്ലാമാണ്? ഈ 4 കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ 4 പോയിന്റിലൂടെ ഒന്ന് കടന്നു പോകാം. ഈ 4 പോയിന്റിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ജെയ് റിപ്പീറ്റിംഗ് എന്നുള്ളതിന്റെ ടൈം ലൈൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. 1, 2026 ജൂണിലായിരിക്കും നിങ്ങൾ പൊതുവെ റിപ്പീറ്റ് ചെയ്യാൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുക. 2027 ജനുവരിയിലാണ് ജെയ് സെഷൻ 1 വരുന്നത്. അതായത് നിങ്ങൾക്ക് ജൂൺ മുതൽ ജനുവരി വരെ ഏകദേശം 7 മാസം സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ഈ 7 മാസം സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ +1 +2 ഇടയിലുള്ള ഈ സബ്ജക്ട്സ് എല്ലാം നമ്മൾ വീക്കായ സബ്ജക്ട്സ് അടക്കം നമ്മൾ പഠിച്ചു തീർക്കുകയും അതിലുള്ള ജെയ് മെയിൻസ് ക്വസ്റ്റ്യൻസ് എങ്കിലും ഏറ്റവും മിനിമം നമ്മൾ ചെയ്ത് തീർക്കുകയും വേണം. 3, 2027 ഏപ്രിൽ ജെയ് സെഷൻ 2 വരുന്നത് ഏപ്രിലാണ്. അതേപോലെ തന്നെ 2027 മെയിലാണ് ജെയ് അഡ്വാൻസ്ഡ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ഒരു ജെയ് അഡ്വാൻസ്ഡ് വരെയെങ്കിലും നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ജനുവരിയിലെ ജെയ് സെഷൻ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നീറ്റ് പോലെയല്ല, ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എസ്പെഷ്യലി IIT ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ടൈം ഫ്രെയിം വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ റെഡി ആണോ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് ജെയ് സ്കോർ? നിങ്ങളുടെ ഒരു കറന്റ് ജെയ് സ്കോർ മേ ബി ഒരു 96 വാങ്ങി ഒരു 99 എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. മേ ബി ഒരു 20 നിന്നുകൊണ്ട് ഒരു 98 എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 99 എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. 20 നിൽക്കുന്ന ആളുടെ ആഗ്രഹം 99 എത്തണം എന്നുള്ളതാണ്. അതേപോലെ 96 നിൽക്കുന്ന ആളുടെ ആഗ്രഹം 99 അല്ലെങ്കിൽ 99.5 എത്തണം എന്നുള്ളതാണ്. 2 കൂട്ടരുടെയും ആഗ്രഹം സെയിം ആണ്. പക്ഷെ 2 കൂട്ടർക്കും സഞ്ചരിക്കാനുള്ള ഒരു വഴി ദൂരം എന്നുള്ളത് ഡിഫറെന്റ് ആണ്. ഓരോ പേഴ്സൻറ്റേജിലും 15,000 റാങ്കുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയുക. നിങ്ങൾക്ക് ഒരു 10% നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ലക്ഷം റാങ്ക് നിങ്ങൾ മുന്നോട്ട് വരണം. ഒരു 50% നിങ്ങൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 7.5 ലക്ഷം റാങ്ക് നിങ്ങൾ മുന്നോട്ട് വരണം. ഇതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്നുള്ളത്. വളരെ ഫ്രാങ്ക് ആയിട്ട് ആലോചിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ഓവർ മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ പറയാട്ടോ, റൈറ്റ്? പിന്നെ നിങ്ങൾക്ക് മാത്സ് ശരിക്കും ഇഷ്ടമാണോ? മാത്സിൽ നിങ്ങൾ എത്രത്തോളം റെഡിയാണ്? ആൻഡ് ഈസ് യുവർ ബേസ് സ്ട്രോങ്? ചില ആളുകൾ ഉണ്ടാവും, ഞാൻ +2 വളരെ സ്ട്രോങ് ആണ്, +2 ബോർഡ് എക്സാം നന്നായി പഠിച്ചിട്ടുണ്ട്, സബ്ജക്ട്സ് എല്ലാം കോൺസെപ്റ്റ്സ് എല്ലാം എനിക്ക് അറിയാം, എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം, റൈറ്റ്? എന്നാൽ ചില ആളുകൾ ഉണ്ടാവും, എനിക്ക് ബേസേ സ്ട്രോങ് അല്ല, ഞാൻ +2 തീരെ പഠിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നു. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ബേസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കുറച്ചുകൂടി റൈറ്റ് ആണ്. നമ്മുടെ ബേസേ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാക്ടിക്കലി ജെയ് സെഷൻ 1 നമ്മൾ നോക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സെഷൻ 2 ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അച്ചീവബിൾ എന്നുള്ളത്. സെഷൻ 1 തന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടി എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മുടെ +2 നമുക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു, റൈറ്റ്? നമുക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു, നമുക്ക് +2 ബോർഡ് എക്സാമിന് എത്ര മാർക്ക് കിട്ടുന്നുള്ളതല്ല, അത് ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ A+ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ്സ് അറിയുന്നതിൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു, ജെയ്ക്ക് നിങ്ങൾക്ക് എത്ര % നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ റെഡി ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇയർ ഡ്രോപ്പ് ചെയ്യുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ഓരോ ആളുകൾക്കും ഓരോ പോലെ ആയിരിക്കും, അല്ലേ? കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിന്, റൈറ്റ്? നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടാവും +2 തവണ സ്ട്രോങ് ആക്കാം. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് നമുക്ക് വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 96%, 95%, ഈവൻ 90% അവിടെ ക്രോസ് ചെയ്തില്ല, റൈറ്റ്? ജസ്റ്റ് ഹാവ് ടു പുഷ് എ ബിറ്റ് മോർ ഹാർഡ്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ സീരിയസ് ആയി ആലോചിച്ച് തുടങ്ങിയത്, റൈറ്റ്? നീഡ് ബെറ്റർ കോളേജ് ഓർ ബ്രാഞ്ച്. ഈ പറഞ്ഞ പോലെ വേണ്ടത്ര എത്തിയില്ല, ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്യണം എന്നുള്ളത്. അടുത്തത് ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ ഫിക്സ് ചെയ്യാവുന്ന റീസൺസ് ആണ്,
ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതിൽ പല രീതിയിൽ ഫിക്സ് ചെയ്യാവുന്ന റീസൺസ് ആണ്. എനിക്കറിയില്ലായിരുന്നു, ഇപ്പം അറിഞ്ഞു, അപ്പം ഞാൻ ചെയ്യണം, അല്ലേ? അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഡിഡിൻ ക്രോസ് ദ ലൈൻ, അപ്പം മേ ബി എന്താണ് മിസ്റ്റേക്സ് എന്ന് കണ്ടെത്തി ഒന്നുകൂടി നമ്മൾ പുഷ് ചെയ്യണം. അതേപോലെ തന്നെ ബോർഡ് എക്സാംസിന് മാത്രമാണ് പ്രിപ്പയർ ചെയ്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ ഈ റീസൺസ് അല്ലാത്ത ചില റീസൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചില റോങ് റീസൺസ് ഉണ്ട്. എൻ്റെ പാരൻസ് കമ്പൽ ചെയ്യുന്നു, ഇതൊരു റോങ് റീസൺ ആണ്. ഈ കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പോകരുത്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു, അപ്പൊ എനിക്കറിയില്ല, അവരെല്ലാവരും പോകുന്നു, റൈറ്റ്? ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു ഡു. ഇതല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മെഡിസിൻ എന്തായാലും ഇഷ്ടമല്ല, എന്താ പിന്നെ എഞ്ചിനീയറിംഗിന് പോയേക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ റിപ്പീറ്റിങ്ങിനെ ചൂസ് ചെയ്യുന്നതെങ്കിൽ ദീസ് ആർ വെരി 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 റോങ് റീസൺസ്. ഈ റീസൺസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഇവാലുവേഷൻ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആശ്രയിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി നല്ല കരിയർ കൗൺസിലേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങൾക്ക് ഈവൻ എൻ്റെ വെബ്സൈറ്റിൽ careertools.unlearnwithajmal.com നിങ്ങൾക്ക് റിയാസക് അതേപോലെ ഓഷ്യൻ ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് മേ ബി എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ നോക്കാം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് യോജിച്ചൊരു ഫീൽഡാണോ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ആലോചിച്ച് അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ഇതൊക്കെ റോങ് റീസൺസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് വൈ ഡിഡ്ന്റ് ഐ ക്രാക്ക് JEE എന്നുള്ളത് കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ പോകണം. നേരത്തെ നമ്മൾ കുറച്ചുകൂടി സൂപ്പർഫിഷ്യൽ ലെവലിൽ ആണ് പറഞ്ഞതെങ്കിൽ ഒന്നും കൂടി ഡീപ്പർ ലെവലിൽ പോകണം. 2 രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ഈ വർഷം JEE ക്രാക്ക് ചെയ്യാതിരിക്കാൻ. ഒന്ന് അക്കാഡമിക് മിസ്റ്റേക്ക് ആണ്. ഡിഡിൻ സ്റ്റഡി വെൽ, ആവശ്യത്തിന് ഞാൻ വേണ്ട രീതിയിൽ പഠിച്ചില്ല, അപ്പോൾ ഈ ഒരു വർഷം ഉണ്ട്, ഈ ഒരു വർഷം എടുത്തിട്ട് ഞാൻ പഠിക്കാം. ഓൺലി പ്രിപ്പയർഡ് ഫോർ ബോർഡ് എക്സാം, ഒരു അക്കാഡമിക് മിസ്റ്റേക്ക് ആണ്, അല്ലേ? അതേപോലെ തന്നെ ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസ് ചെയ്തില്ല, അതുകൊണ്ട് റാങ്ക് കുറഞ്ഞു പോയത് ഒരു അക്കാഡമിക് മിസ്റ്റേക്ക് ആണ്, സ്ട്രാറ്റജി തെറ്റിയതാണ്, റൈറ്റ്? അതേപോലെ തന്നെ ആവശ്യത്തിന് ഗൈഡൻസ് ഓർ മെന്റർഷിപ്പ് എനിക്ക് കിട്ടിയില്ല, ആവശ്യത്തിന് റിവിഷൻ ചെയ്യാൻ സാധിച്ചില്ല, ചില സബ്ജക്ട്സിൽ ഞാൻ സ്ട്രോങ് ആയി വീക്കായി. ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ മാത്സിൽ വീക്കായി, ചില ആളുകൾ കെമിസ്ട്രിയിൽ വീക്കായി. ഇതെല്ലാം നമുക്കുള്ള വാലിഡ് ആയിട്ടുള്ള അക്കാഡമിക് റീസൺസ് ആണ്. ഇത് ഓരോന്നും എങ്ങനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഈ വർഷം നമ്മൾ ബോർഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്തെങ്കിൽ അടുത്ത വർഷം എന്തായാലും ബോർഡ് എക്സാംസ് ഇല്ല, സോ അതൊരു വിഷയമല്ല. അല്ലെങ്കിൽ ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് എക്സാം ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ തിയറിയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് നമ്മൾ മോക്ക് എക്സാംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, റൈറ്റ്? ആവശ്യത്തിന് ഗൈഡൻസ് മെന്റർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗൈഡ് അല്ലെങ്കിൽ മെന്റർ വേണം. നമ്മൾ പോകുന്ന സെന്ററിൽ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കൃത്യമായ ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കണം. ചില സബ്ജക്ട്സിൽ വീക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആവാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അക്കാഡമിക് മിസ്റ്റേക്സ് എന്നുള്ളത് ജനറലി നമുക്ക് ഫിക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കൂടുതൽ വറീഡ് ആവേണ്ടത് നമ്മൾ ആസ് എ പേഴ്സൺ നിർണ്ണയിക്കുന്നത് പലപ്പോഴും അക്കാഡമിക് മിസ്റ്റേക്സ് അല്ല, നോൺ അക്കാഡമിക് മിസ്റ്റേക്സ് ആണ്. പ്രോകാസ്റ്റിനേഷൻ, എല്ലാം ഇങ്ങനെ നീട്ടി വെച്ചാണ് പരിചയം, ഞാൻ ആവശ്യത്തിന് മോട്ടിവേറ്റഡ് അല്ല, അല്ലേ? അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് റൈറ്റ് ഫിറ്റ് ആണോ എന്ന് അറിയില്ല, റൈറ്റ്? ഇതൊരു കാരണമാവാം. സോഷ്യൽ മീഡിയ, ഞാൻ ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് ആണ്, ഞാൻ ഫേസ്ബുക്ക് അഡിക്റ്റ് ആണ്, ഞാൻ യൂട്യൂബ് അഡിക്റ്റ് ആണ്, ഞാൻ സ്നാപ്ചാറ്റ് അഡിക്റ്റ് ആണ്, എനിക്ക് അഫയേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിൽ കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഡൽട്ട് കോണ്ടന്റ് അഡിക്ഷൻ, ഞാൻ വളരെ സീരിയസ് ആയി പറയുന്നുണ്ട്. അഡൽട്ട് കോണ്ടന്റ്, പോണോഗ്രഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പം എൻ്റെ കുറേ സമയം അതിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഗെയിമിംഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. റോങ് ഫ്രണ്ട് സർക്കിൾ, ഇതിലൊന്നും ഇൻട്രസ്റ്റ് ചെയ്യാത്തൊരു ഫ്രണ്ട് സർക്കിളാണ് എനിക്കുള്ളത്. സോഷ്യൽ ഫങ്ഷൻസ്, ഔട്ടിങ്സ്, പാർട്ടീസ്, ഇതിലൊക്കെയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. സ്പോർട്സ്, ആർട്സ് ഒക്കെ ആയിരുന്നു എനിക്ക് സ്കൂളിൽ പ്രയോറിറ്റി. ഇതെല്ലാം നോൺ അക്കാഡമിക് മിസ്റ്റേക്സ് ആണ്. ഇതിനെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. ഇത് ഫിക്സ് ചെയ്യാതെ നമ്മൾ അക്കാഡമിക് മിസ്റ്റേക്ക് മാത്രം ഫിക്സ് ചെയ്ത് കാര്യമില്ല. കാരണം നമ്മുടെ സമയം ഒരുപാട് പോകുന്നത് ഈ കാര്യത്തിലാണ്, അല്ലേ? നിങ്ങൾ ഒരുപാട് അഫയേഴ്സിന് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? ഇനി അടുത്ത വർഷം ഇതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് നിങ്ങളുടെ സമയം കളയണ്ട, അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ യൂട്യൂബിൽ ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ആപ്പ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റിങ്ങിന് പോയിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റോങ് ആണ്, ഇതിനെക്കുറിച്ച് ബോധേഡല്ല. അതേ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾക്ക് അടുത്ത വർഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും. മേ ബി നിങ്ങളൊരു ഹോസ്റ്റലിൽ പോയി താമസിക്കേണ്ടി വരും, അവിടെ സോഷ്യൽ മീഡിയ പറ്റില്ല, അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ ഫംഗ്ഷൻസ്, ഔട്ടിംഗ് ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മേ ബി ഒരു ഹോസ്റ്റൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്നുള്ളത്, റൈറ്റ്? അപ്പം നമുക്ക് ഉള്ള ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം? ഈ പ്രശ്നങ്ങളൊന്നും ഫിക്സ് ചെയ്യാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ സമയവും നമ്മുടെ പണവും നഷ്ടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ആർ അഗൈൻ വേസ്റ്റിംഗ് എ ഇയർ. ഓൾറെഡി നമ്മൾ 2 ഇയർ നമ്മൾ മേ ബി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തില്ല, ഇനി ഒരു ഇയർ കൂടി വേസ്റ്റ് ആക്കുന്നു, അതിൻ്റെ കൂടെ ഒരുപാട് പണവും നഷ്ടമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ആണ്. അടുത്തൊരു 6 മാസം റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്സ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്,
ഡിബേറ്റിംഗ് ടു മച്ച് ഓൺ കോളേജ് ഓർ കോഴ്സ്. ആ കോഴ്സ് പോകണോ, IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസിന് പോകണോ, അതോ IIT ബോംബെയിൽ ഇലക്ട്രിക്കലിന് പോകണോ, IIT ഡൽഹിയിൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇതിന് പോകണോ, റൈറ്റ്? ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ജെയ്ക്ക് റാങ്ക് കിട്ടണം. ഇതൊന്നും പോകാൻ സാധിക്കാതെ അല്ലെങ്കിൽ ആ ലെവലിലെത്താതെ നമ്മളിതിങ്ങനെ കുറേ ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഫസ്റ്റ് പ്രോബ്ലം എന്നുള്ളത്. ആദ്യം നമുക്ക് നല്ല റാങ്ക് വാങ്ങണം. ആ റാങ്ക് വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ കോളേജിനെ കുറിച്ചും നമ്മൾ കോഴ്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങേണ്ടത് തന്നെ. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റാങ്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യാം. നമ്മുടെ മുമ്പുള്ള ഓപ്ഷൻസ് അപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ റിപ്പീറ്റിങ്ങിൽ നിങ്ങൾക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക് എന്നുള്ളത്. അടുത്തൊരു മിസ്റ്റേക്ക് അഗൈൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ യൂട്യൂബ് വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇവിടെ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവെൻഷൻ വേണം, നിങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം. മേ ബി നിങ്ങളൊരു ഹോസ്റ്റൽ സിസ്റ്റത്തിലോട്ട് വേണ്ടി വരുമോ എന്ന് നോക്കുക. അതേപോലെ ലുക്കിംഗ് ഫോർ ഷോർട്ട് കട്ട്സ് ആൻഡ് വൺ ഷോട്ട്. ഒരുപാട് ആളുകൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്യാം, ഇതിൽ ഒബ്സസ്ഡ് ആണ്. പലപ്പോഴും റിപ്പീറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കാം, അതിലൊന്നും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നിടത്ത് അർത്ഥമില്ല. അതേപോലെ തന്നെ അടുത്തത് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഏത് ഫാക്കൽറ്റി സെൻറ്റർ ആണ് ബെസ്റ്റ്, ഏത് ബുക്കാണ് ബെസ്റ്റ്. ഇതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാലം കഴിയും. ആ സെൻറ്ററാണ് ബെസ്റ്റ്, ആ സാറിൻ്റെ 3 സാറ് പോരാ, ആ ബുക്കിൻ്റെ 3 ബുക്ക് പോരാ, നമുക്ക് സെങ്കേജ് നോക്കാം, അല്ലെങ്കിൽ ദിനേശ് നോക്കാം, അല്ലെങ്കിൽ അരിഹന്ത് നോക്കാം, റൈറ്റ്? ഇതിലാണ് ഇതിങ്ങനെ ഡിബേറ്റ് ചെയ്തിട്ട് ഒരുപാട് നമ്മൾ നല്ലൊരു ബുക്ക്, നമുക്ക് തോന്നിയൊരു നല്ലൊരു ബുക്ക് നമ്മൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മൾ പോകുന്നൊരു കോച്ചിങ് സെൻറ്റർ ഉണ്ടാവുമല്ലോ, ആ കോച്ചിങ് സെൻറ്ററിൻ്റെ മെറ്റീരിയൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിലൊക്കെ കുറേ സമയം ഡിബേറ്റ് ചെയ്ത് നടന്നിട്ട് കാര്യമില്ല. അതേപോലെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു മിസ്റ്റേക്കാണ്, നമുക്ക് 6-7 മാസമുള്ളൂ, ടു മച്ച് കോൺസെൻട്രേഷൻ ഓൺ തിയറി. ഒരുപാട് തിയറി പഠിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഇത് ഒരുപാട് സ്റ്റുഡൻസ് റിപ്പീറ്റിങ്ങിൽ വരുന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അവസാനം നമുക്ക് ആവശ്യത്തിന് പ്രോബ്ലം ചെയ്യാൻ സമയം കിട്ടില്ല, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കൂടുതൽ പഠനം നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിലൂടെ, അൾട്ടിമേറ്റ്ലി ജെയ് ഒരു പ്രോബ്ലം സോൾവിങ് എക്സാമാണ്, അതിലൂടെ കൊണ്ടുവരിക. ദെൻ ഭൂരിഭാഗം ആളുകളും വരുന്നൊരു മിസ്റ്റേക്കാണ് ഫിഗറിങ് ഔട്ട് തിങ്സ് യുവർ സെൽഫ്. ഇത് നേരെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ചില ആളുകൾ പറയും ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യാണ്, സെൽഫ് സ്റ്റഡി ചെയ്താൽ ജെയ് കിട്ടൂലേ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കും. കിട്ടാതിരിക്കാൻ എന്താ പറയുക, സെൽഫ് സ്റ്റഡി ചെയ്താൽ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സെൽഫ് സ്റ്റഡി നമ്മൾ ഒഴിവാക്കാൻ കാരണം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് 7 മാസം ഉള്ളത്. ഈ 7 മാസത്തിനുള്ളിൽ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. നമ്മുടെ ഒരു ഷെഡ്യൂൾ, നമ്മൾ ഏതൊക്കെ എക്സാം എപ്പോഴൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. പകരം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായാൽ ഇന്ന സമയത്ത് ഇന്ന് എക്സാം ഉണ്ടാവും, അപ്പോൾ ആ എക്സാമിന് നമ്മൾ പഠിക്കണം, നമ്മൾ റെഡി ആവണം. ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഈ കാര്യം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് നടക്കും, നമുക്ക് ആ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്ത് നമ്മുടെ ഒരു പിന്നാലെ പോയാൽ മതി. നേരെ മറിച്ച് നമുക്ക് ആകെ 7 മാസത്തിൽ ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ തന്നെ 2 മാസം എടുത്ത് അതിലെന്തെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ നമുക്ക് സമയമെടുക്കുക. ഇതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചില ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ലിസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതോടൊപ്പം ഒരു മിസ്റ്റേക്ക് കൂടി ഞാൻ പറയാം ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്യാത്ത, അതായത് നമ്മളെ ബാക്കിയുള്ളവരോട് ഇങ്ങനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈവൻ മാർക്സിൽ മാത്രമാവില്ല. ഇപ്പോൾ ചില കുട്ടികൾ വന്ന് പറയും ഞാൻ ഇന്നലെ രാത്രി 12 വരെ പഠിച്ചു. നിങ്ങൾ ചിലപ്പോൾ 10 മണിക്ക് ഉറങ്ങിയിട്ടുണ്ടാവും, അവൻ ചിലപ്പോൾ 12 വരെ പഠിക്കാന്നുള്ള ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് 10 മണിക്ക് ഉറങ്ങാന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അയ്യോ അവൻ എത്രയൊക്കെ പഠിച്ചു, ഇനി ഞാൻ ഇത്രയൊന്നും പഠിച്ചില്ല, അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടൂലേ, ഞാൻ ശരിയായ വഴിയിലല്ലേ, അങ്ങനെ സെൽഫ് ഡൗട്ട് അടിക്കുക. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി നമ്മുടെ എക്സാമിൽ നമുക്ക് മാർക്ക് ഉണ്ടോ, നമ്മൾ റാങ്കിൽ എവിടെ വരുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. പക്ഷേ സ്റ്റഡി മെത്തേഡ്സ് എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ അടുത്തൊരു എക്സാമിൽ നമ്മളെക്കാളും ബെറ്റർ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. നമ്മളെക്കാളും ഒരു ബെറ്റർ പൊസിഷനിൽ നമ്മൾ എത്തുന്നുണ്ടോ, നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ ഓവർ കമ്പയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചില ചാലഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാര്യമായി പഠിക്കുമ്പോൾ ആകെ പഠിച്ച് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ സ്റ്റാറ്റസ് മറ്റവൻ കോളേജിൽ പോയി ചില്ല് ചെയ്യുന്നു, നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് കഴിഞ്ഞ 2 വർഷം സ്കൂളിൽ പഠിച്ചു വരുത്താൻ അവൻ അവിടെ പോയിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യുന്നു, അവൻ പാർട്ടി ചെയ്യുന്നു, അവൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ നടക്കുന്നു, അവന് എന്തെങ്കിലും അഡ്വഞ്ചറിൽ ഏർപ്പെടുന്നു. അപ്പോൾ തോന്നും എന്നെക്കൊണ്ട് ഞാനിവിടെ കഷ്ടപ്പെട്ട് പഠിക്കും. ഇതൊക്കെ നമ്മൾ ഡൗൺ ആക്കാവുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ വളരെ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിലൊന്നും മനസ്സ് തളരരുത് രാമൻകുട്ടി തളരരുത് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ തളരാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ വേണം. ഈ മോട്ടിവേഷൻ പുറത്തുനിന്ന് ഒരാളെ എല്ലാ മാസവും വന്ന് തരാന്നുള്ളതല്ല, നമുക്കൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ എന്നുള്ളത് പലതാവാം. ഇപ്പം ഞാനൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നൊരു കാര്യം, ആ സമയത്ത് ആ റാങ്ക് വരുന്നൊരു ദിവസം, റൈറ്റ്, അല്ലെങ്കിൽ ഞാൻ മേ ബി IIT അഡ്മിഷൻ എടുക്കുന്നൊരു ദിവസം, ഇങ്ങനെ നമ്മളെ ഒരു മാനിഫെസ്റ്റേഷൻ,
റൈറ്റ്? അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ഇതൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. മേ ബി നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ നല്ലൊരു പൊസിഷനിലെത്തുന്നത്, നിങ്ങൾ ഈ വേൾഡിനോട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ഒരു കോൺസ്റ്റന്റ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ നോർമലി ഒരുപാട് ക്രിറ്റിസിസംസ്, കമൻറ്റ്സ് ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മളെ മെൻ്റലി പലപ്പോഴും ഡ്രാഗ് ഡൗൺ ചെയ്യും. ഇത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്ത് ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ മെൻ്റലി ഡൗൺ ആവില്ല എന്നുള്ള ശക്തമായിട്ടുള്ളൊരു ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ ഒഴിവാകാം. വീണ്ടും വീണ്ടും ഞാനിത് പറയുന്നു, പല കുട്ടികളെയും നശിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എങ്ങനെ ഡിസിപ്ലിൻഡ് ആവാം? ഇത്രയും കാലം ഒരു ഓർഡർ ഇല്ലാതെ നടന്നിരുന്ന ഞാൻ എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാവും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് റീഡിസ്കവറിങ് യുവർ സെൽഫ്. നമ്മളിങ്ങനെ ആദ്യം തന്നെ ആലോചിക്കും, റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ബോർഡ് എക്സാം ഒന്നും ആലോചിക്കേണ്ട, ആർട്സില്ല സ്പോർട്സില്ല 24 മണിക്കൂറും പഠിക്കുക. ഇത് പഠിക്കുക എന്നുള്ളതല്ല, നേരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ റീഡിസ്കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിലുള്ള ആ ഒരു ഡിസിപ്ലിൻ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് ആക്ച്വലി ഇവിടെ ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ്, നമ്മൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കോഴ്സിൽ എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനോട് ട്രൂ ആയിട്ട് നിൽക്കുക. നിങ്ങൾ വേറൊരു നിങ്ങളായിട്ട് മാറുക. 2 വർഷം മുമ്പുള്ള നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ 2 വർഷമായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളൊരു വേറൊരു പേഴ്സണായിട്ട് മാറാൻ, ട്രാൻസ്ഫോം ചെയ്യണം. അതിന് മേ ബി couple of months എടുക്കും, പക്ഷേ ദാറ്റ് വിൽ ബി വർത്ത് ഇറ്റ് ഇൻ യുവർ പ്രൊഫഷണൽ ജേർണി എന്നുള്ളതാണ്. സോ ടു എൻഡ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് അതേഴ്സ് ഡു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല, റൈറ്റ്? ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു ഡു. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ, ഡെഫിനറ്റ്ലി ഒരു നല്ല കോളേജിൽ പോകുക എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങളെ ഒരു ഇയർ നഷ്ടപ്പെടുന്നതല്ല, മേ ബി നിങ്ങളുടെ ഒരു ഫർദർ ഒരുപാട് ഇയേഴ്സ് സേവ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അതിന് പോകാം. ഇതിനൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട് വർത്ത് ട്രൈയിങ്. നിങ്ങൾ അങ്ങനെ പോകണമെന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാട്, ഈ ഒരു എൻട്രൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇറ്റ് നീഡ്സ് ഏർലി പ്രിപ്പറേഷൻ എന്നുള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സ് എല്ലാവരും ആരെങ്കിലുമൊക്കെ ക്ലാസ് 6 to 10 ഉണ്ടെങ്കിൽ XNY ലേണിംഗ് ഈസ് ഹാവിങ് എ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഫോർ ദം. ക്ലാസ് 6 to 10 സ്റ്റുഡൻസിന് വേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. അവിടെ നിങ്ങളുടെ സിബ്ലിങ്സിനെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നൽകാം. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇതൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാമും നിങ്ങളുടെ താഴെ വരുന്ന ആളുകൾക്ക് ഈ ഒരു സ്ട്രഗിളൊന്നും ഇല്ലാതെ കടന്നു പോകാൻ വളരെ പ്രധാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് XNY ലേണിംഗ് ഉള്ളത്. സോ ഹാവ് എ ഫ്രൂട്ട്ഫുൾ, ഹാവ് എ ഗുഡ് ജേർണി, ഫിക്സിങ് ഓൾ യുവർ മിസ്റ്റേക്ക്. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്.